അഖിലനാർഡയുടെ ഭാര്യ ഒളിച്ചോടി പോയി എന്ന് പറയുന്ന ഒരു വാർത്ത ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? പ്രമുഖ കണ്ടന്റ് ക്രിയേറ്റർ അഖിലനാർഡയുടെ ഭാര്യ മേഘ ഒരു പ്രൈവറ്റ് ബസ് കണ്ടക്ടറിനൊപ്പം ഒളിച്ചോടി. സത്യമാണ്, സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അവൾ പന്തളം പൂഴിക്കാട് സ്വദേശിയായി ആയിട്ട് ഉള്ള ബസ് ഡ്രൈവർ അനൂപ് എന്ന ആളുടെ കൂടെയാണ് പോയത്. 2 കൂട്ടരെയും നൂർനാട് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നത് അവന് വേറെ ഗേൾസ് ആയിട്ട് അഫെയർ ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് അവനോടൊപ്പം പറ്റില്ല, അതുകൊണ്ട് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു എന്നാണ്. അങ്ങനെ 2 കൂട്ടരും അവരുടെ വഴിക്ക് പോയി എന്നാണ്. പേരുത്തങ്ങോട്ട് വരും. എന്റെ കയ്യിലെങ്ങാനിപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ, കിട്ടിയാ ഞാൻ അടിച്ചവളുടെ കാരണേ വിളിക്കും. ഓക്കെ, ആ ഒരു വ്യക്തിക്ക് മറ്റൊരു അഫെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ലീഗലി ഇപ്പം ആ ഒരു വ്യക്തിയുടെ ഒപ്പം താമസിക്കാൻ പറ്റില്ല, കാര്യം ആൾക്ക് വേറെ അഫെയർ ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ലീഗലി ഇപ്പൊ ഡിവോഴ്സ് ചെയ്തിട്ട് അങ്ങനെ പോവോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. വേണ്ടേ? ഇത് മൊത്തം ആളുകളുടെ മുന്നിൽ നാണം കെട്ട് അങ്ങനത്തെ ജീവിതത്തിലൂടെ അല്ലേ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഇതായി പെണ്ണുങ്ങളുടെ കുഴപ്പം. കാണാൻ തിരക്കില്ലാത്ത ആരെങ്കിലും ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഏത് ജാതിക്കാരനാ, ഏത് നാട്ടുകാരനാ, ഏത് ഭാഷക്കാരനാ ഒന്നും നോക്കാതെ കയറി പ്രേമിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് നാട്ടുകാർക്കും വീട്ടുകാരുടെ മുന്നിലെല്ലാം നാണക്കേട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് മാത്രമല്ല വീട്ടുകാർക്കൊക്കെ തന്നെ നാണക്കേടൊക്കെ ഉണ്ടാവുന്ന ഒരു പരിപാടിയല്ലേ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇതിന്റെ വേറൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. ഉള്ളതാണ്, എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു KSRTC ഡ്രൈവർക്കൊപ്പമാണ് വന്നത് 2-3 ദിവസമായി എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. സോറി, മോശമായി പോയി. സോറിടാ. ശരിക്കും ആ പെണ്ണിന്റെ ഫ്യൂച്ചർ കൊണ്ട് തൊലച്ചെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈശ്വര, നിനക്ക് ഈ ന്യൂ ജനറേഷനെ കൊണ്ട് കൊന്നൂടെ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.